ഹെൽത്തിന്. ബേസിക്കലി നമ്മൾ ഹെൽത്തിനൊരു നിർവചനമുണ്ട്. ഹെൽത്തിന് പല നിർവചനങ്ങളുണ്ടെങ്കിലും WHO പറയുന്ന നിർവചനമാണ് നമ്മുടെ ആധികാരികമായിട്ട് എടുക്കുന്നത്. എല്ലാവരും പഠിച്ചിട്ടുള്ള നിർവചനമായിരിക്കും, ഓർക്കുന്നുണ്ടോ? അതായത് WHO പ്രകാരം ഹെൽത്ത് ഈസ് ഡിഫൈൻഡ് ആസ് എ കംപ്ലീറ്റ് സ്റ്റേറ്റ് ഓഫ് ഫിസിക്കൽ, മെന്റൽ, സോഷ്യൽ, സ്പിരിച്വൽ വെൽബീയിങ് ആൻഡ് നോട്ട് മിയർലി ദ ആബ്സെൻസ് ഓഫ് ഡിസീസ്. ആ ലാസ്റ്റത്തെ പാർട്ടാണ് അടിവാരമായിട്ട് നമ്മൾ പറയുന്നത്. അതിനകത്ത് ഓരോ വേർഡ് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഹെൽത്തിന്റെ ഡെഫിനേഷൻ ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ 4 തരത്തിലുള്ള ഹാർട്ട് ഉണ്ട്. അതായത് ഫിസിക്കലി ഫിറ്റ് ആയിട്ടുള്ള ഒരാൾക്ക് രോഗമില്ല എന്ന് പറയാൻ പറ്റില്ല. മറ്റുള്ള ഫാക്ടേഴ്സും അതിനകത്ത് പ്രധാന ഘടകമാണ്. അപ്പൊ അതുപോലെ തന്നെ 4 ടൈപ്പിലുള്ള ഹാർട്ട് ഉണ്ടെന്ന് പറയുമ്പോൾ ഏതൊക്കെ തരത്തിലുള്ള ഫിസിക്കലി ഹെൽത്തി ആയിട്ടുള്ള ഹാർട്ട്, മെന്റലി ഹെൽത്തി ആയിട്ടുള്ള ഹാർട്ട്, സ്പിരിച്വലി ഹെൽത്തി ആയിട്ടുള്ള ഹാർട്ട്. അപ്പൊ ഇതൊക്കെ കാറ്റഗറൈസേഷൻ വരും. നിർഭാഗ്യവശാൽ നമ്മൾ ഫിസിക്കൽ ഹെൽത്ത് ഉള്ള ഹാർട്ട് മാത്രമേ നമുക്ക് അളക്കാൻ പറ്റുള്ളൂ. നമ്മൾ എങ്ങനെയാണ് അളക്കുന്നത്? നമ്മളുടെ മറ്റുള്ള കാര്യങ്ങൾ BP നോക്കും, ഹാർട്ടിന്റെ റേറ്റ് നോക്കും, പൾസ് റേറ്റ് നോക്കും, ECG നോക്കും. അങ്ങനെ പല ഇതിൽ കൂടെ ഹാർട്ടിന്റെ ആരോഗ്യത്തിന്റെ അവസ്ഥ നമുക്ക് അളക്കാൻ പറ്റും. മറ്റുള്ള കാര്യങ്ങൾ നിർഭാഗ്യവശാൽ ഇപ്പോഴത്തെ ടെക്നോളജിക്കൽ ഇന്നോവേഷൻസ് വെച്ചിട്ട് നമുക്ക് അളക്കാൻ പറ്റില്ല. ഇമോഷണൽ ഹെൽത്തിനെസ് നമുക്ക് അളക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ സ്പിരിച്വൽ ഹെൽത്ത് നമുക്ക് അളക്കാൻ പറ്റില്ല. പക്ഷെ അതൊക്കെ ക്രൂഷ്യൽ പോയിന്റ്. ഫിസിക്കൽ പാർട്ട് മാത്രമേ നമ്മൾ അഡ്രസ് ചെയ്യുന്നുള്ളൂ എന്നുള്ളതാണ് വാസ്തവം. അത് മാത്രം പോരാ, നമുക്ക് ഓൾറെഡി നമുക്ക് ഹാർട്ടിന് ഒരു ഡാമേജ് പറ്റിയെങ്കിൽ നമുക്ക് അത് മാനേജ് ചെയ്യാനായിട്ട് നമുക്ക് ഡോക്ടർ ഹംസ എവിടെയുണ്ട്, ഡോക്ടർ സൂരജ് എവിടെയുണ്ട്, നമുക്ക് അതൊക്കെ ചെയ്യും. പക്ഷെ ഈ ഒരു പാർട്ട്, അതായത് സ്പിരിച്വൽ, സോഷ്യൽ, ഇമോഷണൽ പാർട്ടും കൂടി മറ്റുള്ള ഇതിനെ പോലെ തന്നെ ഈക്വലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സൗണ്ട് മൈൻഡ്, ആരോഗ്യത്തോടെ സോഷ്യൽ അങ്ങോട്ടും ഇങ്ങോട്ടും മിങ്കിൾ ചെയ്യുന്ന അവസ്ഥ, ഇതൊക്കെ വളരെ മാറ്റേഴ്സ് ആണ്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പുഞ്ചിച്ച് ഇതിലൊന്നും അധികം പൈസ ചെലവ് ഇല്ലാത്ത കാര്യങ്ങളാണ്. നമുക്ക് OP വരുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ പേഷ്യൻസ് ഒക്കെ കുറെ ടെസ്റ്റുകളൊക്കെ ചെയ്ത് ഒരു കുമ്പാരം ടെസ്റ്റുകൾ വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ വന്നിട്ട് കഥകൾ പറയും. പക്ഷെ അത് മാത്രമല്ല, നമുക്ക് നമ്മുടെ ആരോഗ്യം, നമ്മളുടെ മറ്റുള്ളവരുടെ സഹവാസവും ഇതെല്ലാം നമുക്ക് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മുരളി സാർ പറഞ്ഞ പോലെ തന്നെ നമ്മൾ വാഹനങ്ങൾ നമ്മൾ എങ്ങനെയാണോ സൂക്ഷിക്കുന്നത്, അതുപോലെ തന്നെ നമ്മൾ ജനിച്ച നിമിഷം മുതൽ ഈ നിമിഷം വരെ അടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവയവമാണ് നമ്മുടെ ഹാർട്ട്. അപ്പോ വേറെ അതിനും വന്നുകൊണ്ടിരിക്കും. ഹാർട്ടിന്റെ അകത്തും വാൽവ്സ് ഉണ്ട്, പിസ്റ്റൻസ് ഉണ്ട്. നമുക്ക് എഞ്ചിന്റെ അകത്തുള്ള പോലെ തന്നെ വാൽവ്സ്, പിസ്റ്റൻസ്, പിന്നെ അങ്ങനെ പല സ്ട്രക്ചേഴ്സും ഉണ്ട്. ഇതിനും ഡാമേജ് യൂസ് ചെയ്യുന്നതോറും ഇതിന് എന്ത് വസ്തുവായാലും കൂടുതൽ യൂസ് ചെയ്യുന്നതോറും അതിന് വിയർ ആൻഡ് ടയർ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ വിയർ ആൻഡ് ടയർ വരുന്ന അവസ്ഥകൾ, അതായത് ഇപ്പോൾ വിയർ ആൻഡ് ടയർ ഹാർട്ടിന് എങ്ങനെ വിയർ ആൻഡ് ടയർ വരുന്നത്? നോർമൽ ഹാർട്ട് റേറ്റിൽ നിന്ന് കൂടുതൽ ഹാർട്ട് റേറ്റ് വഴി അടിക്കുന്ന അവസ്ഥ, അല്ലെങ്കിൽ കഠിനമായ സാമ്പത്തിക അല്ലെങ്കിൽ ഒരു മാനസിക സംഘർഷം ഉണ്ടാകുന്ന അവസ്ഥ, ഇതൊക്കെ വരുമ്പോൾ നമ്മൾ ഹാർട്ട് പ്രതികരിക്കും. അങ്ങനെ പ്രതികരിക്കും, ഇടുപ്പ് കൂടും, അല്ലെങ്കിൽ താളം തെറ്റാം, അങ്ങനെ പല ഇതുണ്ട്. അപ്പോ ആ നോർമൽ നിന്നുള്ള വ്യതിയാനങ്ങൾ ഉണ്ടാക്കുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് നമ്മൾ തന്നെ കണ്ടുപിടിച്ച് അതിനുള്ള മോഡിഫിക്കേഷൻ, ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ നമ്മൾ തന്നെ ചെയ്യണം. നമ്മളെല്ലാവരും ലീസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഫിസിക്കൽ ഹെൽത്തിനോടൊപ്പം തന്നെ ഇതും വളരെ ഗൗരവമായിട്ട് ചിന്തിക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. ഇനി ഓൾറെഡി ഹാർട്ടിന് ഒരു ഡാമേജ് പറ്റി, നമ്മൾ എങ്ങനെയായിരിക്കും ആശുപത്രിയിൽ വരാം? നെഞ്ചുവേദന കൊണ്ടോ, ശ്വാസം മുട്ട് കൊണ്ടോ, അല്ലെങ്കിൽ പല പല ലക്ഷണങ്ങളായിട്ട് നമ്മൾ വരും. ഈ ഹാർട്ട് അറ്റാക്ക് എന്ന് പറഞ്ഞ അസുഖം അത് വന്നവർക്ക് അറിയാൻ ഓൾറെഡി. ഇത് നമ്മൾ ആരും ക്ഷണിക്കാതെ നമ്മുടെ വീട്ടിലേക്ക് വരുന്ന ഒരു അതിഥിയാണ് ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത്. നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത സമയത്തായിരിക്കും അത് വരും. അപ്പൊ അത് വരുമ്പോൾ നമ്മൾ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോകും, നമ്മൾ ECG എടുക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ടെസ്റ്റുകളൊക്കെ ചെയ്യും. അപ്പോൾ ഡോക്ടർ വന്നിട്ട് പറയും ഹാർട്ട് അറ്റാക്ക്. അപ്പൊ നമ്മൾ ആകെ സ്തബ്ധരായി പോകും. നമുക്ക് എന്താ ചെയ്യേണ്ടത്, എന്താ പറയേണ്ടത്, ആരാ വിളിക്കേണ്ടത് നമുക്ക് അറിയില്ല. കാരണം അതിനെ നമ്മൾ ഡിനയൽ സ്റ്റേജ് എന്ന് പറയും. നമുക്ക് എനിക്കിങ്ങനെ ഒരു അസുഖം വരാൻ സാധ്യതയില്ലാന്ന് നമ്മൾ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോ അങ്ങനെ നമ്മൾ സമയം കളയുമ്പോൾ നമുക്ക് നമ്മുടെ ഹാർട്ടിന്റെ കോശങ്ങൾ നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലാണെങ്കിൽ നമുക്കത് ഇമ്മീഡിയറ്റ്ലി ഇന്റർവെൻഷൻ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അത് നമ്മുടെ ഹോസ്പിറ്റലായാലും ചില